മുണ്ടക്കയം മുക്കൂട്ടുതറയിൽ നിന്ന് 6 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ജസ്ന മരിയ ജെയിംസിന്റെ രക്തക്കറ പുരണ്ട വസ്ത്രത്തെ ചൊല്ലി ദുരൂഹത. ജസ്നയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്ത രക്തം പുരണ്ട വസ്ത്രങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണമുണ്ടായില്ലെന്നാണ് പിതാവ് ജെയിംസ് യോസഫ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത്. ജസ്നയുടെ വസ്ത്രങ്ങളിലുള്ളത് ആർത്തവ രക്തമാണോ അതോ ഗർഭകാല രക്തമാണോ എന്ന് പരിശോധിക്കണമെന്നും പിതാവ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. കാണാതായതിനു പിന്നാലെ ജസ്നയുടെ മുറിയിൽ നിന്നും കണ്ടെടുത്ത വസ്ത്രത്തിൽ അമിതമായ രക്തക്കറയുണ്ടായിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം ഈ വസ്ത്രം ശേഖരിച്ചുവെങ്കിലും കൃത്യമായി പരിശോധിച്ചില്ലെന്നാണ് പിതാവ് ആരോപിക്കുന്നത്. കാണാതാകുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വയറുവേദന എന്ന പേരിൽ ജസ്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. അതും അമിതമായ രക്തസ്രാവവും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പിതാവിൻ്റെ സംശയം. ഈ സാഹചര്യത്തിലാണ് ജസ്നയുടെ വസ്ത്രങ്ങളിലുള്ളത് ആർത്തവ രക്തമാണോ ഗർഭകാല രക്തമാണോ എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനിടെ ലോക്കൽ പോലീസും CBIയും ഗൗരവത്തോടെ അന്വേഷിച്ചില്ലെന്ന് പിതാവ് ആരോപിക്കുന്ന ജസ്നയുടെ അജ്ഞാത സുഹൃത്ത് ബന്ധുവായ യുവാവാണെന്നാണ് മുൻ അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം. ജസ്നയും ഈ അജ്ഞാത സുഹൃത്തുമായുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ജസ്ന ഗർഭിണിയായിരുന്നോ എന്ന സംശയം പിതാവ് ഉയർത്തുന്നത്. ഈ അജ്ഞാത സുഹൃത്തുമായി എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു ആരാധനാലയത്തിൽ വെച്ച് ജസ്ന കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി വിവരം ലഭിച്ചെന്ന് പിതാവ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ആരാധനാലയം പ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ പള്ളിയാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതാണ് മുൻപ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ അവകാശവാദം. രക്തക്കറ പുരണ്ട വസ്ത്രം ലഭിച്ചെന്നാണ് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ നിലപാട്. അതേസമയം രക്തക്കറ പുരണ്ട വസ്ത്രം ലഭിച്ചിട്ടില്ലെന്നും ജസ്നയ്ക്ക് ഗർഭ ലക്ഷണമില്ലായിരുന്നുവെന്നും ചികിത്സിച്ച ഡോക്ടർമാർ മൊഴി നൽകിയെന്നാണ് CBIയുടെ ഭാഷ്യം. 2 അന്വേഷണ സംഘങ്ങളുടെയും വ്യത്യസ്ത നിലപാട് ഉയർത്തുന്ന ദുരൂഹതകൾക്കിടയിലാണ് കേസ് അവസാനിപ്പിക്കരുതെന്ന ആവശ്യവുമായി പിതാവ് കോടതിയിലെത്തിയിരിക്കുന്നത്. ജെയിംസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ജസ്നയെ അപായപ്പെടുത്തിയതായിരിക്കാമെന്നും മുണ്ടക്കയം വിട്ടുപോയതായി കരുതുന്നില്ലെന്നുമാണ്. ജസ്ന മുണ്ടക്കയം വിട്ടിട്ടില്ലെന്നത് ബലമായ സംശയമാണ്. കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CBI അന്വേഷണത്തിൽ വിട്ടുപോയ വിവരങ്ങളാണ് ഹർജിയിൽ ഉൾപ്പെടുത്തിയത്. എല്ലാ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിച്ചാണ് ഹർജി നൽകിയത്. തുടക്കത്തിൽ ലോക്കൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി. ആ ഘട്ടത്തിലാകാം ജസ്നയെ അപായപ്പെടുത്തിയത്. ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെട്ടേനെ എന്നും ജെയിംസ് പറയുന്നു. കണ്ടെത്തിയ കൂടുതൽ വിശദാംശങ്ങൾ 19-ാം തീയതി കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് ജെയിംസ് പറയുന്നത്.